ഹായ് എവരി വൺ, എല്ലാവർക്കും എൻ്റെ അടുത്ത യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതും ഒരു ഓൺ വോയിസ് ആണ്. അതുപോലെ ഒരു സൺഡേ മോർണിംഗ് ആയത്, പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല. സോ കാലത്ത് തൊട്ട് നൈറ്റ് വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴത്തെയും സാറ്റർഡേ സൺഡേ പോലെ കാലത്ത് എണീറ്റപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 9:30 10 അടുപ്പിച്ചാകാറായിട്ടുണ്ട്. എങ്ങനെയല്ലോ എണീറ്റിട്ട് ബ്രഷൊക്കെ ചെയ്തു, ബ്രഷൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാൻ നോക്കുക. എനിക്ക് ഫേസ് വാഷ് ഇടാണ്ട് കാലത്തൊന്നും ഫേസ് വാഷ് ഇടാണ്ട് പറ്റത്തേ ഇല്ല. സോ അത്യാവശ്യം നല്ലോണം ഫേസ് വാഷ് ചെയ്തിട്ട് വെറ്റ്നസ്സോട് കൂടിയിട്ട് ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക. ഫേസ് വാഷ് അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു 5-10 മിനിറ്റോളം അത്യാവശ്യം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമെന്ന് പറയുന്ന കേട്ടു. ഫേസിനൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അത് അത്യാവശ്യം ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഫേസ് വാഷൊക്കെ വെച്ച്. അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രി വാട്ടർ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളമുണ്ട്. സോ അത് കുടിക്കും. ഈ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. ഇനി ഇന്നലെ പിടിച്ചു വെച്ച വെള്ളം, ഇത് ഫിൽറ്റർ ചെയ്ത് വെച്ച വാട്ടറാണ്. ഇവിടെ ഓൾറെഡി ഫിൽറ്ററൊക്കെ ഉണ്ട്. സോ ഫിൽറ്റേർഡ് വാട്ടറായത്. ഇത് ഇന്നലെ രാത്രി പിടിച്ചു വെച്ചത്. അങ്ങനെ അത് അത്യാവശ്യം നല്ലോണം കുടിച്ചു. ഒരു ഹാഫ് ബോട്ടിലോളം ഞാൻ കാലത്ത് വെച്ചിട്ട് കുടിക്കാറുണ്ട്. അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞു. അത് കുടിച്ചതിന് ശേഷം ഇനി താഴെ പോയി ഫുഡ് എന്താ നോക്കണം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അവരെ ചപ്പാത്തിയാണ് പ്രൊവൈഡ് ചെയ്തത്. ഇത് ചപ്പാത്തി അല്ല ആക്ച്വലി, ഇതിന് എന്തോ ആലോ പൊറോട്ട സംതിങ് അങ്ങനെ എന്തോ ഇതിൻ്റെ പേര് പറയാം. ബിക്കോസ് ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് വരുന്നുണ്ട്. പൊട്ടറ്റോ വിത്ത് മസാല മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതും അതിൻ്റെ കൂടെ ഇവർ ടൊമാറ്റോ ചട്നിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല ഹെവി ഫുഡായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. ബിക്കോസ് അത് ഒന്നിൽ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഒരു ചപ്പാത്തിയിൽ തന്നെ. അങ്ങനെ റൂമിലെത്തിയപ്പോഴാണ് ഇന്നലത്തെ ചിക്കൻ കറിയുടെ ഓർമ്മ വന്നപ്പോൾ തന്നെ താഴെ പോയി ഫ്രിഡ്ജിൽ പോയി ചിക്കൻ കറിയുടെ അതെടുത്തു. ഞാൻ പിന്നെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കിയായിരുന്നു, ബട്ട് ചൂടാക്കുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല. സോ അങ്ങനെ റൂമിലെത്തിയിട്ട് ആ ചപ്പാത്തി അല്ല ആലോ പൊറോട്ടയും അതുപോലെ ടൊമാറ്റോ ചട്നിയും കഴിച്ചുകൊണ്ടിരിക്കുക വിത്ത് ചിക്കൻ കറി. ഇതും എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ചായ, ഇവിടെ പി ജിയിൽ ചായ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ഒരു ഗ്ലാസ് ടീയും കുടിച്ചിട്ട് വന്നു. ടീ കുടിച്ച് വന്നപ്പോൾ തന്നെ ഡയറക്റ്റ് നേരെ മേലോട്ടേക്ക് പോയി 4th ഫ്ലോറിൽ. ബിക്കോസ് അവിടെയാണ് ടെറസ് ഉള്ളത്. അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. ഇന്നലെ കാലത്ത് വിരിച്ചിട്ട ഡ്രസ്സാണ്. കാലത്ത് വിരിച്ചിട്ടിട്ട് ഇന്നലത്തെ മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് കഴിഞ്ഞു. സോ അത് ഇന്ന് എടുത്തില്ലേ പ്രശ്നമാകുന്നതുകൊണ്ട് എടുത്തിട്ട് മടക്കി വെച്ചു, റൂമിലെത്തി. അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ചായ കുടിക്കാൻ പോയപ്പോൾ ഞാൻ ജ്യൂസ് വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാർസൽ ഓർഡർ ചെയ്ത് അതെടുത്തിട്ട് റൂമിൽ വന്നിട്ട് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അവിടുത്തെ ടേബിൾ ഫുള്ള് മെസ്സി ആയിരിക്കുക. ഇതൊക്കെ മെസ്സി ആക്കിയത് ഞാനൊരൊറ്റ ആളാണ്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് എൻ്റെ ഒരു ഹോബി. അങ്ങനെ അത് മെസ്സി ആയത് കണ്ടിട്ട് അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഓയിൽ മസാജൊക്കെ ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം ആ ടേബിൾ ക്ലീൻ ചെയ്യണം. ബിക്കോസ് അത് ഓയിൽ മസാജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. ഒരു 20 മിനിറ്റോളം ഞാൻ ഓയിൽ മസാജ് ചെയ്തിട്ട് വെച്ചു. ആ ഒരു ടൈം അവിടെ നിൽക്കുന്ന ടൈമിൽ ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചു ഈ ടേബിൾ. ഓൾറെഡി റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ ഇവർ ആളെ വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവർ നമ്മുടെ പേഴ്സണൽ തിങ്സ് ഒന്നും ടച്ച് ചെയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് ഇട്ടു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫേസ് പാക്ക് ഫേസിലും അതുപോലെ കയ്യിലും ഇട്ട് കൊടുത്തു. ഇത് കഴിഞ്ഞ് ഇനി ഒന്ന് കുളിക്കണം. ഇപ്പം അത്യാവശ്യം നല്ലോണം ഉണങ്ങി, കുളിച്ചിട്ട് വരാം. സോ അങ്ങനെ കുളി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി തല ഉണക്കലാണ്. അതും അത്യാവശ്യം നല്ല ടൈം എടുക്കും. സോ ഫാനൊക്കെ ഇട്ട് നന്നായിട്ട് ഉണക്കി വെച്ച് വരാം. ഇത് കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മിക്കവാറും ചായ കുടിക്കാൻ ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകത്തില്ല. ഇതിൻ്റെ നടുക്ക് വിശന്നാൽ എന്തെങ്കിലും ഓർഡർ ചെയ്യും.